ഹലോ കൂട്ടുകാരെ, പത്രമാരി സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ജാനകി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് അനാമികയ്ക്ക് ഒരു എട്ടിന്റെ പണി കൊടുക്കുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നന്ദുവിന് പുതിയ ട്രെയിനറൊക്കെ വരികയാണ്. നന്ദു ട്രെയിനിങ് നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദുവിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അനാമികയാണെങ്കിൽ വേണുവിനോടും രേവതിയോടും നന്ദുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ നന്ദുവിനെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പിന്മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ലല്ലോ. ആ ട്രെയിനർ ആണെങ്കിൽ അയാളും എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞതല്ലാതെ ഒരു കാര്യവും നടന്നില്ല. ഇനിയിപ്പം അവൾ എസ് ഐ ആയിട്ട് വരികയും ചെയ്യും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അനാമിക. അപ്പോൾ വേണുവും പറയുന്നുണ്ട്, ആ അത് ശരിയാ മോളെ, അവൾക്കിപ്പോൾ നല്ലൊരു ട്രെയിനർ അവിടെ ഉള്ളത്. അവൾക്ക് എല്ലാ കാര്യത്തിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അയാൾ. നമ്മുടെ ട്രെയിനർ മധു അയാളോട് വിളിച്ച് നന്ദുവിനെ കുറിച്ചിട്ട് മോശമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ അതൊന്നും അയാൾ പ്രയോഗിക്കുന്നുമില്ല, അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നന്ദുവിന് കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും അവൾ സക്സസ് ആയിട്ട് ഈ ട്രെയിനിങ് പൂർത്തിയാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഇനി പോസ്റ്റിങ് അതെവിടെയാണോ കിട്ടുന്നത്, നമ്മുടെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കിട്ടിയാൽ അവൾ നമ്മളെ കുരുക്കുമോളെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം രേവതിയും പറയുന്നുണ്ട്, അതേ മോളെ, അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും മോളെ. നമ്മളല്ലേ അന്ന് പാലിൽ വിഷം കലർത്തി കൊടുത്തത്. ആ കാര്യങ്ങളൊക്കെ അവൾക്കും അറിയാം, അവളുടെ ചേച്ചിമാർക്കും അറിയാം. അങ്ങനെയുള്ളപ്പം അതൊക്കെ അവളിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഓ അങ്ങനെയൊന്നും നടക്കില്ലമ്മേ, അങ്ങനെയൊന്നും അവൾക്ക് ആ കേസുകളൊന്നും കുത്തിപ്പൊക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. അവൾക്കും നമ്മളെ ചില പേടികളൊക്കെ ഉണ്ട്. പോരാത്തതിന് ആനിയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണല്ലോ അവളുടെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട്, മോളെ എൻ്റെ കുറേ പഴയ കേസുകളൊക്കെ ഇവിടെ ഫയലൊക്കെ കിടപ്പുണ്ട്. അന്ന് പലരെയും സ്വാധീനിച്ച് അന്വേഷണമൊക്കെ മന്ദഗതിയിലാക്കിയിട്ട് അന്വേഷണങ്ങളൊക്കെ നിർത്തിവെപ്പിച്ചതൊക്കെയാണ്. അവൾ വന്ന് ആ ഫയലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അവൾ അറിയുകയും ചെയ്യും. അത് പിന്നെ അനന്തപുരയിൽ അറിഞ്ഞാൽ നിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നൊക്കെ പറയുകയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അച്ഛൻ തന്നെയല്ലേ അവൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തത്. അവളെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ നോക്കിയത് ഞാൻ എൻ്റെ സ്വർണ്ണം എല്ലാം വിറ്റ് പണം തന്നിട്ട് അതും കൊണ്ട് കളഞ്ഞില്ലേ. അവൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടും അവൾ അവിടുന്ന് പോന്നു. അതുപോലെ തന്നെ അവളെ കൊടുക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും അതൊന്നും ശരിയായില്ല. അവസാനം അവൾ എസ് ഐ ആകരുതെന്ന് വിചാരിച്ച് ചെയ്തതും വെള്ളത്തിലായി. അവൾമാരുടെയൊക്കെ സമയം ഇപ്പോൾ നല്ലതാ. 3 പെണ്ണുങ്ങളാ വീട്ടിലുള്ളതെങ്കിലും അവൾമാർക്കൊക്കെ നല്ല രാശിയാ. ഇപ്പം അനന്തപുരി എന്ന് പറയുന്ന കൊട്ടാരത്തിലല്ലേ അവളുമാര്. നന്ദു കയറിയിട്ടില്ലെന്നേ ഉള്ളൂ. കയറിയില്ലെങ്കിലും അനന്തപുരിയിലുള്ളവർ എല്ലാം സപ്പോർട്ട് നന്ദുവിനും കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അനാമികയും വേണു രേവതിയൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു ഇനി എസ് ഐ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ തല പുകഞ്ഞിരിക്കുകയാണ് അനാമിക. അതുപോലെ തന്നെ അനാമിക അനിയും തമ്മിലുള്ള പ്രശ്നങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അനിക്കാണെങ്കിൽ അനാമികയോട് യാതൊരു താല്പര്യവും ഇല്ല. നന്ദു 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 എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ നമ്മുടെ അനിക്കും. അനാമിക ഒട്ടും പുറകിലല്ല കേട്ടോ. അനാമികയാണെങ്കിലും എപ്പോഴും മറ്റു പുരുഷന്മാരുടെ കൂടെ കറങ്ങി നടക്കുകയാണ് ചെയ്യുന്നതും. അങ്ങനെ ഒരു ദിവസം അനാമികയുടെ കാമുകൻ്റെ കൂടെ ഒരു പാർക്കിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകിയുടെ ഒരു ഫ്രണ്ട് അതുവഴി പോകുന്നുണ്ട്. അപ്പോഴേക്കും കാമുകനോട് അനാമിക പറയുകയാണ്, നമുക്ക് നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ ചിന്തിക്കണ്ടേ. അനിയുടെ കൂടെ ഒത്തുപോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അധികം താമസിക്കാതെ അവനെ ഞാൻ ഡിവോഴ്സ് ചെയ്യും. പക്ഷേ അവനും നന്ദുവും കൂടെ ഒരുമിച്ചൊരു ജീവിതവും ഉണ്ടാവരുത്. അതാണ് എൻ്റെ ലക്ഷ്യം. അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ കാമുകൻ പറയുന്നുണ്ട്, എടി നീ എത്രയും പെട്ടെന്ന് ആ അനിക്ക് ഡിവോഴ്സ് കൊടുക്ക്. എന്നിട്ട് നമുക്ക് ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് നയിക്കാം. പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് തീർക്കാനില്ലേ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക അയാളോട് ചോദിക്കുകയാണ്, എടാ നിനക്ക് കുറേ ബിസിനസ്സൊക്കെ ഇല്ലേ, നിന്റെ ബിസിനസ്സൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരണ്ടേ. നമുക്ക് 2 പേർക്കും കൂടെ ചേർന്ന് നമ്മുടെ ബിസിനസ്സൊക്കെ ഉയരത്തിലെത്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമികയുടെ കാമുകം പറയുകയാണ്, ശരിയാണ്, മൂർത്തീസ് ജ്വല്ലറിനേക്കാളും ഉയരങ്ങളിലെത്തണം നമ്മുടെ ജ്വല്ലറി എന്ന്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, നീ അവിടെ എന്നെ MD ആയിട്ട് ഇരുത്തണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകാം. ഇപ്പം അനന്തപുരിയിൽ തന്നെ നോക്കിയേ, എനിക്കാണെങ്കിൽ 3 ജ്വല്ലറിയുടെ ചുമതലകളായി ഏൽപ്പിച്ചേക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അവനാണെങ്കിൽ അവിടെ പോയി ആ ബിസിനസ്സും കാര്യങ്ങളും നോക്കിയാൽ മാത്രം മതി. അവന് പറ്റിയ നല്ല മാനേജർമാരെയും ആദർശേട്ടൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന് വലിയ പണിയൊന്നുമില്ലേ. ഞാനാണെങ്കിൽ അവിടെ പോയിട്ട് പോലുമില്ല. എന്നെ ആ ജ്വല്ലറിയുടെ സ്ഥാനം എങ്ങാനും ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ ഞാനത് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനാമികയുടെ കാമുകൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ MD കസേരയിൽ തന്നെ ഇരുത്തും മോളെ. നീയാണ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മുടെ വിവാഹശേഷം നമ്മുടെ ജ്വല്ലറിയെ പുരോഗമിപ്പിച്ച് കൊണ്ടുവരേണ്ടത് നീ തന്നെയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ അങ്ങനെ വേണം. നല്ല നല്ല ഡിസൈൻസും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ജ്വല്ലറികളിലും ഉന്നതിയിലെത്തും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇപ്പം മൂർത്തിസ് ജ്വല്ലറി തന്നെ കണ്ടില്ലേ, ആ നയന, അവൾ വരച്ച ഡിസൈൻസൊക്കെ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് പോകുന്നത്. ഒരു കളക്ഷൻ തന്നെയുണ്ട്, നയന കളക്ഷൻസ്.
ഈ വർഷത്തെ ടേൺ ഓവർ ഇത്രയധികം കൂടാൻ തന്നെ കാരണം നയനയുടെ കളക്ഷൻസ് തന്നെയാണ്. നയനയുടെ ഡിസൈൻസിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. നയനാസ് കളക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെ അവിടെ ഉണ്ട്. അതുപോലെ നമുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അനാമികയുടെ കാമുകൻ പറയുന്നുണ്ട്, അത് ആ നയന നമ്മുടെ ജ്വല്ലറിയിലേക്ക് വന്നാൽ അത് നമുക്ക് തന്നെ മെച്ചമാവൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കും നല്ല നല്ല ഡിസൈൻസ് ഒക്കെ വരച്ചിട്ട് അതിനേക്കാളും ഉയരങ്ങളിൽ എത്താൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അത് നടക്കുന്നൊന്നും തോന്നുന്നില്ല. നയന നമ്മുടെ ജ്വല്ലറിയിലേക്ക് വരാനോ? അവളൊന്നും വരത്തൊന്നുമില്ല. അവളാണ് ആ മൂർത്തിസ് ജ്വല്ലറിയുടെ നട്ടെല്ല്, ആദർശിൻ്റെ ഭാര്യ. ആദർശാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന അവൾ ആ ജ്വല്ലറിയിൽ നിന്ന് നമ്മുടെ ജ്വല്ലറിയിലേക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. അപ്പോഴേക്കും ആ കാമുകൻ പറയുന്നുണ്ട്, എടി അതിനൊക്കെയുള്ള വഴികൾ നമ്മൾ നോക്കണം. നയനയും ആദർശം തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ നയന തീർച്ചയായിട്ടും നമ്മുടെ ജ്വല്ലറിലേക്ക് തന്നെ വരും. അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്തു വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അതൊന്നും നടപടിയാവുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദർശം നയനയും തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടായി തെറ്റിപ്പിരിയുക എന്ന് പറഞ്ഞാൽ അതൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ നമുക്ക് ശ്രമിച്ചു നോക്കാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷികളെന്ന് പറഞ്ഞ പോലെയാകും. നയനയെ നമ്മുടെ ജ്വല്ലറിയിലേക്ക് നമുക്ക് കൊണ്ടുവരികയും ചെയ്യാം. അതുപോലെ തന്നെ എനിക്കൊരു മനസ്സുഖം കിട്ടുകയും ചെയ്യും. എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകിയുടെ ഒരു ഫ്രണ്ട് പാർക്കിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴേക്കും അനാമികയും അനാമികയുടെ കാമുകനും കൂടെ തോളത്ത് കൈയിട്ട് കൊഞ്ച് കുഴഞ്ഞിരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഈ ജാനകിയുടെ ഫ്രണ്ട് ജാനകിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, അതെ ജാനകി, നിന്റെ മരുമകളല്ലേ അനാമിക, അവളും മറ്റൊരാണും കൂടെ പാർക്കിലിരിക്കുന്ന കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ജാനകി ചോദിക്കുന്നുണ്ട്, അത് അനിമോനായിരിക്കും, അല്ലാതെ പിന്നെ വേറെ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനിയും അനാമികയും കൂടെ പാർക്കിൽ പോയതായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ ഫ്രണ്ട് പറയുന്നുണ്ട്, അല്ല, നിന്റെ മോനെ എനിക്കറിയത്തില്ലേ, എത്ര പ്രാവശ്യം ഞാൻ അവനെ കണ്ടതാ, അവനെ കുഞ്ഞുനാൾ മുതൽ എനിക്ക് അറിയാവുന്നതല്ലേ, ഇത് വേറൊരു ചെറുക്കനാന്നേ. അവളുമായിട്ട് തോളി കൈയിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജാനയ്ക്ക് ഒരു സംശയം ആവുന്നുണ്ട്. ജാനയ്ക്ക് ആകെ നാണക്കേടും ആവുന്നുണ്ട്. സ്വന്തം മകനെയും മരുമകളെയും തരം താഴ്ത്തി ഫ്രണ്ടിന്റെ മുമ്പിൽ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജാനകി ഉടനെ പറയുന്നുണ്ട്, ഓ അതോ, അത് പിന്നെ അനാമിക മോളുടെ ഒരു കസിൻ ബ്രദറാണ്. ഇന്ന് രാവിലെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. വിദേശത്തെങ്ങാണ്ടായിരുന്നു, അടുത്തെങ്ങാണ്ട് എത്തിയതാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ സംസാരിക്കാനായിട്ട് പോയതാണെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ആ ഫ്രണ്ട് ജാനകിയോട് പറയുന്നുണ്ട്, ഓ അതായിരുന്നോ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ജാനകിക്ക് പിന്നെയും മനസ്സിൽ സംശയമാണ്. അപ്പം ജാനകി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അനാമിക മോളെക്കുറിച്ച് എല്ലാവരും പറയുന്നത് സത്യമാണോ? ഇവള് മിക്കപ്പോഴും പുറത്തേക്ക് പോകുന്നത് എന്തിനായിരിക്കും? തന്നെയുമല്ല, അനി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അനാമികയുടെ പോക്ക് അത്ര ശരിയല്ല എന്നുള്ള കാര്യം. അവൾ പല ആണുങ്ങളുമായിട്ട് പോകുന്നതും സംസാരിക്കുന്നതും ഒക്കെ കാണുന്നുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജാനകി ചിന്തിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവളിപ്പോൾ പാർക്കിൽ പോയി ആരുടെ കൂടെ ആയിരിക്കും ഇരിക്കുന്നത്? അവളുടെ ഫ്രണ്ട് ആയിരിക്കുമോ, അതോ കസിൻ ആയിരിക്കുമോ, അതും അല്ലെങ്കിൽ വേറെ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ജാനകിയുടെ മനസ്സിൽ ഒരു ചെറിയ മുറിവൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജാനകി അനാമികയെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. അനാമിക പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട്, മോളെ നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അനാമിക പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ പോയതാണ്. എന്താ, എനിക്ക് എൻ്റെ വീട്ടിൽ പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അതുകൊണ്ടല്ല മോളെ, നിന്നെക്കുറിച്ച് പലതും അനിയും ആ നയനും ഒക്കെ ഇവിടെ പറയുന്നുണ്ടല്ലോ. മോള് മറ്റാരുടെ കൂടെ പുറകിലിരുന്ന് പോകുന്നെന്നോ ബൈക്കിൽ പോയെന്നോ പാർക്കിൽ പോയിരുന്ന് സംസാരിക്കുന്ന കണ്ടെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഞാൻ എനിക്കിഷ്ടമുള്ളവരോട് പോവുകയും വരികയും ചെയ്യും. അതൊന്നും ആരും ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ചിലപ്പോൾ പോയെന്നിരിക്കും, ചിലപ്പോൾ പോയില്ലെന്നും ഇരിക്കും. ഞാൻ ആർക്കും കരാറൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വെട്ടി തുറന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. പക്ഷെ ജാനകി അതൊന്നും പ്രശ്നമാക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാനകി പിന്നെയും മനസ്സിൽ തോന്നുന്നത്, ഇവളുടെ പോക്ക് അത്ര ശരിയല്ലല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ അനാമിക ഇങ്ങനെ ഫോണിൽ ആരോ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോണ്ട് ജാനകി അനാമികയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് അടുത്ത് വന്ന് ഇരിക്കുമ്പോഴേക്കും അനാമിക കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കുകയാണ്. അപ്പം ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ മോള് ഫോണിൽ നോക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്താ മോള് കാണുന്നത്, അമ്മേനും കൂടെ കാണിക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ജാനകിയോട് അനാമിക പറയുന്നുണ്ട്, ഏയ് അതൊന്നും അല്ല, ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് വന്നൊരു മെയിൽ ചെക്ക് ചെയ്യായിരുന്നു, അല്ലാതെ ഞാൻ ഫോണിൽ വീഡിയോസ് ഒന്നും കണ്ടിരിക്കുകയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജലജ ഇങ്ങനെ അനാമികയെ വിളിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ജലജ വിളിച്ചപ്പോഴേക്കും അനാമിക ആ ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് ജലജയുടെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ ജാനകി ഇങ്ങനെ സംശയിച്ചിരിക്കുകയാണല്ലോ. ജാനകി ഉടനെ തന്നെ അനാമികയുടെ ഫോണിനെടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അനാമികയുടെ ഫോൺ എടുത്ത് ജാനകി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ആദ്യം തന്നെ കാണുന്നത് അനാമിക വാൾപേപ്പറായിട്ട് ഇട്ടിരിക്കുന്നത് അനാമികയും അനാമികയുടെ കാമുകനും തമ്മിലുള്ള ഒരു ഫോട്ടോ ആയിരുന്നു.
അപ്പോൾ ജാനകി അതെടുത്തിട്ട് നോക്കിയാണ് കേട്ടോ. ഇത് ആരായിരിക്കും? ഇത് ഇവളുടെ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചില വാട്സപ്പ് ചാറ്റുകളൊക്കെ കാണുകയാണ് ജാനകി. ജാനകി അതെടുത്ത് വായിച്ചൊക്കെ നോക്കുമ്പോഴേക്കും പലതവണ അയാളുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരിക്കുന്നതും വീഡിയോ കോൾ ചെയ്തിരിക്കുന്നതും ഒക്കെ ജാനകി കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ജാനകിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മെസ്സേജ് അയച്ചേക്കുന്നതും ഈ വീഡിയോ കോൾ ചെയ്തേക്കുന്നതൊന്നും അത്ര നല്ലതിനല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജാനകിയുടെ മനസ്സിൽ ഇതൊക്കെ ഉറച്ചിരിക്കുകയാണ്. ഇത് ഇവളുടെ കാമുകൻ തന്നെയാണ്. ഇത് ഇവൾ അറിഞ്ഞുകൊണ്ട് തന്നെ അനിയൻ ചതിക്കുകയാണ്. പാവം എൻ്റെ മോൻ. ഇതെല്ലാം അറിഞ്ഞിട്ടായിരിക്കും ഇവിടെ നിന്ന് അകലം പാലിക്കുന്നത്. ഇവളുമായിട്ട് മുന്നോട്ട് ഒരു ജീവിതം നയിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് ഇതുകൊണ്ടായിരിക്കും. വീണ്ടും ആ നന്ദുവിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജാനകിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് അനിയുടെ കാര്യം ഓർത്തിട്ട്. എന്നിട്ട് ഇങ്ങനെ ഓർക്കുകയാണ്, ഇവൾ ചെയ്തത് ശരിയായ കാര്യമൊന്നുമല്ല. അവൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇവൾ ഇങ്ങനെയൊക്കെ തുടങ്ങാവോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അനാമിക തിരിച്ചു വരുമ്പോഴേക്കും ജാനകി ഫോൺ അവിടോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അനാമിക കാണുന്നുണ്ട്. അനാമിക അങ്ങോട്ടേക്ക് വന്നിട്ട് ജാനകിയോട് ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ അമ്മ എന്താ നോക്കിക്കൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല മോളെ, ഞാൻ മോളുടെ ഫോണൊന്നും എടുത്ത് നോക്കിയതേ ഉള്ളൂ, വേറൊന്നും നോക്കിയില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും എടുത്തുകൊണ്ട് അകത്തോട്ട് കയറി പോവുകയാണ്. പക്ഷെ ജാനകിയുടെ മനസ്സിൽ ഇങ്ങനെ നീറുകയാണ് കേട്ടോ. ഇതാരോടും കൂടി പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ജാനകി നിൽക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ജയനും അജയനും ഒക്കെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴേക്കും അജയനുമായിട്ട് റൂമിലിരിക്കുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട്, അജയേട്ടാ എനിക്കൊരു കാര്യം അജയേട്ടനോട് പറയാനുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും അജയൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് കാര്യമാണ് നിനക്ക് പറയാനുള്ളത്? അനിയെക്കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യമാണോ നീ പറയാൻ പോകുന്നത്? നന്ദുമോളെ കുറിച്ചിട്ടുള്ള കാര്യം എന്തെങ്കിലും ആണോ പറയാൻ പോകുന്നത്? അവരെ ഉപദേശിക്കണമെന്നൊക്കെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏയ് അതൊന്നും അല്ല അജയേട്ടാ, അനാമികയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറയുകയാണ്. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, അതെന്താ? നിനക്ക് അവളെയല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇപ്പൊ പ്രത്യേകിച്ച് അവളുടെ കാര്യം എന്താ പറയാനുള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അതെ അജയേട്ടാ, എനിക്ക് അനാമിക മോളെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പൊ മോളുടെ പോക്ക് കണ്ടിട്ട് അത് ഇത്ര നല്ലതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു പന്തികേടുള്ള പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അജയൻ ചോദിക്കുന്നുണ്ട്, ആഹാ അതിപ്പോഴാണോ നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ അനിമ പറഞ്ഞത് നീ കേട്ടില്ലേ? അനാമികയെ പുറത്ത് വെച്ച് പല സ്ഥലങ്ങളിലും പലരുടെ കൂടെയും അവൻ കണ്ടിട്ടുണ്ടെന്ന്. ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. അവന് അവളോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞെന്നാ ഞാൻ വിശ്വസിച്ചിരുന്നത്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതിൽ ചില സത്യങ്ങളുണ്ടെന്ന് എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട് അജയേട്ടാന്ന് പറയുകയാണ്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരിയില്ലേ, അവള് വിളിച്ച് അനാമിക മറ്റൊരു പുരുഷനുമായിട്ട് പാർക്കിൽ ഇരിക്കുന്നു എന്നുള്ള കാര്യം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. പോരാത്തതിന് അവളുടെ ഫോൺ നോക്കിയപ്പോഴേക്കും അതിൽ അവളുടെ വാട്സപ്പ് ചാറ്റുകളിലും അവളുടെ ഡി പിയിലും ഒക്കെ മറ്റൊരു പുരുഷനെയാണ് ഞാൻ കണ്ടതെന്ന് പറയുകയാണ്. അതത്ര പന്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അപ്പോഴേക്കും അജയൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവളുടെ ഫോണൊക്കെ പരിശോധിക്കാൻ പോയത്? അത് ഭയങ്കര മോശമല്ലേ ജാനകി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ മനഃപൂർവ്വം തന്നെ എടുത്ത് നോക്കിയതാ അജയേട്ടാന്ന് ജാനകി പറയുന്നുണ്ട്. ഫ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വല്ലാത്ത സംശയം. അത് കാരണം ഞാൻ എടുത്ത് നോക്കിയതാ. നമ്മുടെ മോൻ ചതിക്കപ്പെടുവാണോ എന്നുള്ള കാര്യം അറിയണ്ടേ? പലരും അത് പറഞ്ഞെങ്കിലും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്താ നിന്നിരുന്നത്. ആ നന്ദുവിനെ ഇവിടെ കയറ്റിക്കൂട്ടാനായിട്ട് നയനും നവിയും കളിക്കുന്ന കളിയാണെന്നാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിന് നല്ല പ്രയാസമുണ്ട് ഇങ്ങനെ ഒരു കാര്യം ഈ കുടുംബത്തിൽ ചെയ്യുന്നത്. ഇത് അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മോശമായിരിക്കും. ഈ വീട്ടിലെ പെൺകുട്ടികളാരും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ഒരു വിവാഹമോചനം പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിപ്പം വഴിപിഴച്ച പോക്കാണല്ലോ അജേട്ടാ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജാനകിയുടെ മനസ്സിലേക്ക് ഒരു വിങ്ങൽ പോലെ വന്നിട്ടുണ്ടത്. പക്ഷേ ജാനകി അതൊന്നും ആരോട് പുറത്ത് പറയുന്നുമില്ല. പക്ഷേ അനാമികയോടുള്ള ആ ഒരു പെരുമാറ്റത്തിലൊക്കെ വലിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നന്ദു എസ് ആയിട്ട് വരികയാണ്. നന്ദുവിന് ആ നാട്ടിൽ തന്നെ ഒരു പോസ്റ്റിങ്ങും കിട്ടുകയാണ്. നന്ദു വിളിച്ചിട്ട് കനകയോട് പറയുന്നുണ്ട്, അമ്മ അടുത്ത ആഴ്ച തന്നെ എനിക്ക് ഇവിടുന്ന് തിരിച്ചു വരാൻ പറ്റും. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, എനിക്ക് പോസ്റ്റിങ്ങും ആയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് പോസ്റ്റിംഗ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കനക ചോദിക്കുന്നുണ്ട്, ആണോ മോളെ? എന്തായാലും നന്നായി, അഭിമാനമുള്ളൊരു കാര്യമായത്. നമ്മുടെ നാട്ടിൽ തന്നെ നീ എസ് ആയിട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കിയവരും പരിഹസിച്ചവരും ഒക്കെ ഒന്ന് ഞെട്ടും. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് മോളെ. നീ നേരത്തെ മുതലേ എസ് ഐ ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. ഞാൻ അതിനൊക്കെ എതിർത്തിട്ടുണ്ടെങ്കിലും നീ ഇപ്പം ഒരു നിലയിൽ എത്തിപ്പെട്ടത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമുണ്ട് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ കനക നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ സത്യം പറയണം, അനി ഇപ്പോഴും നിന്നെ വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ അവൻ വിളിക്കാറുണ്ട്, ഞാൻ വിളിക്കരുതെന്ന് അവനോട് ഒരുപാട് താക്കീത് ചെയ്തതാ, പക്ഷെ അവൻ വിളിക്കാറുണ്ട്. ഇനി വിളിച്ച് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അവൻ ക്യാമ്പിലേക്ക് എങ്ങാനും കയറി വന്നാലോ എന്നോർത്ത് ഞാൻ ഇടയ്ക്കൊക്കെ ഫോൺ എടുക്കാറുണ്ട് അമ്മയെന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് ഒരു ബന്ധവും ഇല്ലാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും കനക പറയുന്നുണ്ട്, അനന്തപുരിയിൽ ആകെ പ്രശ്നങ്ങളാണ്. അനിയും അനാമികയും തമ്മിൽ എപ്പോഴും ബഹളമാണ്. അനിയാണെങ്കിലും അനാമികയോട് ഇറങ്ങി പൊയ്ക്കോളാനൊക്കെ പറയുന്നുണ്ട്.
ഡിവോഴ്സ് കൊടുക്കണമെന്നാണ് അനാമികയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നീയുമായിട്ടുള്ളൊരു ബന്ധം മുന്നോട്ട് പോയാലോന്നോർത്ത് അവൾ അത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എന്തായാലും ഈ ബന്ധം നമുക്ക് വേണ്ട മോളെ. ഈ ഒരു പ്രശ്നത്തിൽ കൂടി നമ്മൾ തല ഊരിയാൽ രക്ഷപ്പെട്ടേനെ. ഇതൊരു മനപ്രയാസമായിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കുകയാണെന്നൊക്കെ പറയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കനക പറയുന്നുണ്ട്, മോനെ ആദർശിനെയാണെന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് അവിടെ വന്നിട്ടുണ്ടല്ലോ, അതും ഞങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് മോളെ. അഭിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ഒരു പ്രയാസം വരില്ലായിരുന്നു. പക്ഷേ ആദർശ് മോൻ അങ്ങനെ ചെയ്തപ്പോഴേക്കും അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നയനയുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നയനേച്ചിക്ക് അതൊരു പ്രയാസമേ അല്ല. സ്വന്തം കുഞ്ഞിനെ പോലെയാണ് നയനേച്ചിയും ആദർശേട്ടനും ആ കുഞ്ഞിനെ വളർത്തുന്നത്. പിന്നെ നയനേച്ചി ഉറച്ചു വിശ്വസിക്കുന്നത് ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നാ. അത് തന്നെയാണ് ഞാനും ഉറച്ചു വിശ്വസിക്കുന്നത്. എനിക്ക് ആദർശേട്ടനെ നന്നായി അറിയാം. ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും മോളെ? ആദർശമോ തന്നെ ഈ കാര്യം സമ്മതിച്ചല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. തൻ്റെ കുഞ്ഞാണെന്ന് ആദർശ് സമ്മതിച്ച സ്ഥിതിക്ക് പിന്നെ എങ്ങനെ ഇത് വിശ്വസിക്കാതിരിക്കുമെന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അമ്മേ അത് വിശ്വസിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ആദർശേട്ടൻ ചിലപ്പം സ്വന്തം കുടുംബത്തിന് വേണ്ടി ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ടാവും. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളത് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത് മറ്റാരുടെയോ ചതിയാണ്. ആദർശേട്ടനെ ചതിച്ചിരിക്കുന്നതാണ്. അതെന്തായാലും ഞാൻ എസ് ഐ ആയതിനു ശേഷം അവിടെ വന്നു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സത്യാവസ്ഥ കൂടി ഞാൻ പുറത്തു കൊണ്ടുവരും എന്നൊക്കെ പറയുകയാണ്. എൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് അവരുടെ ജീവിതത്തിൽ തന്നെ ഞാൻ അതൊരു വഴിത്തിരിവ് ഉണ്ടാക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതിൻ്റെ പേരിൽ എൻ്റെ നയനേച്ചി ഒരിക്കലും വിഷമിച്ചിരിക്കാൻ പാടില്ല. ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ കണ്ടുപിടിച്ചോളാം. അതുകൊണ്ട് നിങ്ങളൊന്നും അതോർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കനക വിളിച്ചിട്ട് നവ്യനോടും നയനോടും ഒക്കെ പറയുന്നുണ്ട്, നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ ഏകദേശം കഴിയാറായി. നമ്മുടെ നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടി. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇതിൽ പരം സന്തോഷമൊന്നും വേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതേ അമ്മേ, അവളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അത്. എന്തായാലും പൂവണിഞ്ഞല്ലോ. അതിനിടയ്ക്ക് ആ ട്രെയിനർ മധു വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അവളെ കുറെ ബുദ്ധിമുട്ടിച്ചു. എന്നാലും നമ്മുടെ നന്ദൂട്ടൻ അതെല്ലാം തരണം ചെയ്ത് ഇപ്പം അവൾക്ക് നല്ലൊരു എസ് എ ആയില്ലേ. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇതൊക്കെ ആദർശനോട് പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് നയന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിന് ജോലി കിട്ടിയെന്നുള്ള വിവരം അനന്തപുരിയിലെ എല്ലാവരും അറിയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനയ്ക്കും ഉള്ളിലൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അനാമികയുടെ ഈ ഒരു ചെറിയ കള്ളക്കളികളും തൻ്റെ മോനെ ചതിക്കുകയാണെന്നുള്ളൊരു തോന്നലൊക്കെ നമ്മുടെ ജാനകിയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നന്ദു ഇപ്പോൾ എസ് എ ആയി എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോഴേക്കും നമ്മുടെ ജാനയ്ക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, നന്ദു എസ് എ ആയി, ഇനി പോസ്റ്റിങ്ങും ഇവിടെ തന്നെയാണെന്നൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ജലജയ്ക്കും അബിക്കുമാണ് ഇത് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. ഇനി അവൾ എസ് എയും കൂടെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതും കൂടെ കാണണമല്ലോ. ഇവളുമാരെല്ലാവരും കൂടെ ഇത് ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്നൊക്കെ അറിയില്ലല്ലോ. എന്തായാലും നമ്മുടെ കുടുംബം കൂട്ടിച്ചോറാക്കാനായിട്ട് അവൾ ഇനി ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരും. ഇനി അവളുടെ പുറകിൽ നിന്ന് തന്നെ മാറില്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എരുകേറ്റുകയാണ് അനാമികനെ. അപ്പോഴേക്കും അനാമികൻ പറയുന്നുണ്ട്, അതെ അതെ, ഇനി അവളെ എസ് സി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവളുടെ ഗമ കൂടി കാണേണ്ടി വരും. ഇത്രയും നാളും എസ് സി ട്രെയിനിങ്ങിന് പോയിരിക്കാന്ന് പറഞ്ഞ് അവൻ തലയിലെടുത്ത് വെച്ചോണ്ടാണ് നടന്നത്. ഇനിയിപ്പോൾ എസ് ഐ ആയി കഴിയുമ്പോഴേക്കും അവനിനി എന്തായിരിക്കും? എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ. നമ്മുടെയൊക്കെ മാത്രം തലയിൽ ഇങ്ങനെ ഒരു വര, അവൾമാരുടെ തലയിലൊക്കെ നല്ല വരയുമാണ്. അവൾമാരുടെയൊക്കെ ഒരു വിധി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ദേവയാനി നയനോട് പറയുന്നുണ്ട്, നന്ദുവിന് നമുക്കൊരു ട്രീറ്റ് തന്നെ കൊടുക്കണം, ഇവിടെ വിളിച്ച് തന്നെ നന്ദുവിനെ നമുക്ക് നല്ലതായിട്ട് സൽക്കരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അവർക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കിലൂടെ നമ്മുടെ അനാമിക ഫോൺ വിളിക്കുന്നുണ്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട്, അച്ഛാ ആ നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിയാറായി, അവൾക്ക് പോസ്റ്റിംഗ് ആയി. നമ്മുടെ നാട്ടിൽ തന്നെയാണ് അവൾക്ക് പോസ്റ്റിംഗ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അനാമിക ഫോൺ വിളിച്ച് വേണുവിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജാനകി കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അനാമിക സകല കാര്യങ്ങളും വേണുവിനോട് പറയുകയാണ്. പാലി വിഷം ചേർത്ത കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സ്വർണം അടിച്ചു മാറ്റിയതും അങ്ങനെ അനന്തപുരിയിൽ വന്നതിന് ശേഷം ചെയ്ത കൊള്ളരുതായ്മകളെല്ലാം തന്നെ പറയുകയാണ് കേട്ടോ അനാമിക. അതുപോലെ തന്നെ വേണുവിൻ്റെ പേരിലുള്ള പഴയ കേസുകളും എല്ലാം അവൾ പൊക്കിയെടുക്കില്ലേ, അവൾ അതിനൊക്കെ അന്വേഷിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനെ ഞാൻ ഒരു വിധത്തിലാണ് ഒതുക്കി നിർത്തിയേക്കുന്നത്. എനിക്ക് ഇവിടുത്തെ പണവും സ്വത്തും എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം, എന്നിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. എൻ്റെ കാമുകൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ കൂടെ പോയ സന്തോഷമുള്ള ഒരു ജീവിതം എനിക്ക് കിട്ടും. അതിന് ഈ അനി ഒരു തടസ്സമാകരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, എൻ്റെ മോളെ ഇനി നീ മണ്ടത്തരമൊന്നും കാണിക്കില്ല, അങ്ങനെ ഒന്നും ചെയ്തേക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായും പിടിക്കപ്പെടും. പിന്നെ നിനക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല. അതുകൊണ്ട് നീ അതിനൊന്നും ഇപ്പം മുതിരണ്ടെന്ന് പറയുകയാണ്.
കാര്യങ്ങളൊക്കെ എവിടെ വരെ പോകും നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് നീ നിന്റെ അമ്മായിമ്മേനെയും അപ്പച്ചനെയും ഒക്കെ ഒന്ന് സോപ്പിട്ട് അവരുടെ കുറച്ച് സ്വത്തെങ്കിലും അടിച്ചു മാറ്റാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, എൻ്റെ അമ്മായിമ്മയുടെ കാല് പിടിക്കാനോ? അവരുടെ കയ്യിൽ അതിന് വല്ലതും ഉണ്ടോ? അവരുടെ കയ്യിൽ നക്കാപ്പിച്ച കാശില്ല. അവര് വെറും ദരിദ്രവാസിയാണച്ചാ. അവരുടെ കയ്യിലെങ്ങും ഒന്നുമില്ല. പിന്നെയും വല്യമ്മയുടെ പേരിലാ ഇച്ചിരി സ്വത്തുക്കളൊക്കെ അധികം ഉള്ളത്. വല്യമ്മയാണെങ്കി ഇപ്പം നയനയുടെ പക്ഷത്തും അല്ലേ. അതുകൊണ്ട് അതും കിട്ടാൻ പോണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെയും എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റണം. അങ്ങനെ ഇവിടുന്ന് വെറും കൈയോടെ ഇറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് മേടിച്ചോണ്ടേ വരുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ജാനകിക്ക് ആകെ ഷോക്കാകുകയാണ്. ജാനകി ഇങ്ങനെ ഓർക്കുകയാണ്, ഇവള് ഇത്ര നാളും എൻ്റെ മോനെ ചതിക്കുകയായിരുന്നല്ലോ എന്ന്. പിറ്റേ ദിവസം രാവിലെ തന്നെ ജാനകി നല്ല സാരിയൊക്കെ ഉടുത്ത് കടയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ ഈ രാവിലെ തന്നെ എങ്ങോട്ട് പോകുകയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് നമ്മുടെ കട വരെ ഒന്ന് പോകണം. പുതിയ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു മാല എനിക്ക് മേടിക്കണം. ആഹാ, മാലയോ? അത് ആർക്ക് വേണ്ടിയിട്ടാ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അത് പിന്നെ അത് എനിക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാനെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അനാമികയുടെ മനസ്സിൽ ലഡു പൊട്ടുകയാണ്. അനാമിക വിചാരിക്കുന്നത് ഈ മാല മേടിക്കുന്നത് അനാമികയ്ക്ക് കൊടുക്കാനാണെന്നാണ്. അനാമിക പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാനും കൂടെ അമ്മയുടെ കൂടെ വരാമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അവിടെ പോയി ഇവരെന്തായാലും 5 പവനിൽ കുറയാതൊരു മാല എടുക്കും. അത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു 10 പവൻ്റെ മാലയാക്കി എടുക്കുകയാണെങ്കിൽ അത് 10 പവൻ എനിക്ക് കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അനാമിക കൂടെ പോവുകയാണ് ജാനകിയുടെ. അങ്ങനെ അവർ ജ്വല്ലറിയിലെത്തി. അങ്ങനെ അനാമികയും ജാനകിയും കൂടെ ഒരു മാല സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. ഒരു 8 പവനോളം വരുന്ന ഒരു നെക്ലേസ് അവർ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ആദ്യം കുറേ എടുത്ത് കാണിച്ചെങ്കിലും അനാമികയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ടത് വേണമല്ലോ അനാമിക എടുക്കാൻ എന്ന്. അപ്പോൾ ഇത് എനിക്ക് കിട്ടാനുള്ളതല്ലേ എന്നുള്ള രീതിയിൽ അനാമിക ഇച്ചിരി കൂടിയത് തന്നെ എടുത്തു. അങ്ങനെ അവരത് ഗിഫ്റ്റ് ബോക്സിലൊക്കെ പാക്ക് ചെയ്തൊക്കെ മേടിക്കുകയാണ്. അങ്ങനെ അനാമിക ചിന്തിക്കേണ്ടത്, എനിക്ക് ഇത് ഇപ്പം തന്നെ അങ്ങ് തന്നാൽ പോരെ, ഇനി ഇത് എന്തിനാണ് ഗിഫ്റ്റ് ബോക്സിലൊക്കെ വെച്ച് അടയ്ക്കുന്നത് എന്നാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, വല്ല ഫംഗ്ഷൻ്റെ ഇടയിലോ അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തരാനൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ആകട്ടെ, കിട്ടിയതായി എന്നൊക്കെ പറഞ്ഞ് അനാമിക ഭയങ്കര സന്തോഷത്തിലാണ്. വരുന്ന വഴിക്ക് തന്നെ ജാനകി ഡ്രൈവറോട് പറയുന്നുണ്ട്, നേരെ വണ്ടി നന്ദാവനത്തിലോട്ട് പൊക്കോട്ടെ എന്ന്. അപ്പോഴേക്കും അനാമികയ്ക്ക് സംശയമാവുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് അനാമിക ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത്? അവിടെ പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അമ്മയ്ക്കറിയില്ലേ എനിക്ക് ഈ വീടിൻ്റെ പരിസരത്ത് വരുന്നത് പോലെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം. പിന്നെ അമ്മ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? അമ്മയ്ക്ക് വരണമെന്നുണ്ടായിരുന്നെങ്കിൽ അമ്മ തന്നെ വന്നാൽ പോരായിരുന്നോ? ഇപ്പം ഞാൻ കൂടെയുള്ളപ്പോൾ അമ്മ എന്താണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരേണ്ടത്. ഇവരെ ഒന്ന് കണ്ടിട്ട് പോകാനും കൂടിയിട്ടാണ് ഇറങ്ങിയതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇവരകത്തോട്ട് കയറി ചെല്ലുമ്പോഴേക്കും തന്നെ നന്ദുവും കനകയും ഗോവിന്ദനും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിനെ കാണുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, മോളെ നന്ദു, നീ ട്രെയിനിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കി. നിനക്ക് SA ആവുകയും ചെയ്തു. നിനക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടിയല്ലേ? ഒരു സന്തോഷമായി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ കെട്ടിപ്പിടിക്കുകയൊക്കെയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോൾ എപ്പോഴും നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ട് തന്നെ ജോലി ചെയ്യണം. ഇത് എൻ്റെ വക ഒരു സമ്മാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാല നന്ദുവിന് അങ്ങ് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ തകർന്നു പോവുകയാണ് അനാമിക. എന്താ ഏതാന്ന് പോലും മനസ്സിലാവാതെ കണ്ണു തള്ളി നിൽക്കുകയാണ് കേട്ടോ അനാമിക. അപ്പോഴേക്കും തന്നെ എല്ലാവരെയും അങ്ങ് കൊന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി പോയാലോ എന്ന് വരെ നമ്മുടെ അനാമിക ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.